ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജുവൽ ബേബീസ് വേൾഡ്. ഇന്ദ്രിയ സാൻസിലാണ് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഓൾറെഡി ഇറങ്ങി. ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലത്തെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ബാക്ക് വാട്ടേഴ്സിൻ്റെ വ്യൂ ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. അതിനകത്ത് ഈ ഇന്ദ്രിയ സാൻസ് റിസോർട്ടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്ക് വാട്ടേഴ്സിൻ്റെ സൈഡിൽ കുറച്ച് നേരം ഞാൻ പോയിരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നു അറിയാവുന്ന രാവിലത്തെ ആ ഒരു തണുപ്പും നല്ല കാറ്റും ആയിട്ട് ഇതെല്ലാം ആ കണ്ടൽ കാടുകളിൽ നിന്നുള്ള കാറ്റും എല്ലാം കണ്ട് കുറച്ച് നേരം ഞാനിവിടെ ഇരുന്നു. അതിനുശേഷം നമുക്ക് റൂമിലേക്ക് പോയിട്ട് ഇതാ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസ് എല്ലാം നമ്മളിന്ന് ചെയ്യാൻ പോവാണ്. ഇന്ദ്രിയ സാൻസ് ആൻഡ് ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്കിലെ എല്ലാ ആക്ടിവിറ്റീസിലും ഇന്ന് കയറണം. യെസ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ വേഗം ഡ്രസ്സൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ റൂം കാണിച്ചു തന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ റൂം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഹെറിറ്റേജ് റൂമാണ്. 101 കേട്ടോ സ്റ്റേ ചെയ്തത്. ഇത് ആ ഒരു ഹെറിറ്റേജ് സ്റ്റൈലിലുള്ളൊരു റൂമാണ്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഫുൾ തടി വെച്ചിട്ട് ചെയ്തിരിക്കുന്ന റൂമാണിത്. പിന്നെ നമുക്ക് ബാൽക്കണി ഉണ്ട്, ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡുകളും എല്ലാം ആയിട്ടുള്ള നല്ലൊരു റൂമാണ് കേട്ടോ ഇത്. ആ ഒരു ഹെറിറ്റേജിൻ്റെ പ്രൗഢി ഈ ഒരു റൂമിനുണ്ട്. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് വാട്ടേഴ്സ് നമുക്ക് കാണാം. ഇപ്പുറത്തെ സൈഡിൽ നല്ലൊരു വരാന്തയുണ്ട്. അതുപോലെ അതിന് തൊട്ടപ്പുറത്ത് സൈഡ് നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് കടലും കാണാൻ പറ്റുന്ന ബീച്ച് വ്യൂമായിട്ടുള്ളൊരു റൂമാണ്. ഇത് ബാത്റൂമാണ്, ഫുൾ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂമിൻ്റെ സ്പെഷ്യാലിറ്റീസ്. നമുക്കിനി പുറത്ത് കിടന്നിട്ട് ഇതിൻ്റെ ബാൽക്കണിയൊക്കെ എന്തൊക്കെയാണ്, അവിടെ നിന്ന് എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ. അപ്പോൾ നേരെ സൈഡ് ഡോറ് തുറന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം. നല്ല വ്യൂ ആയിരിക്കും ഇവിടെ. കാരണം ഇവിടെ ബീച്ച് വ്യൂവും നമുക്ക് ആസ്വദിക്കാം, അതുപോലെ തന്നെ ബാക്ക് വാട്ടേഴ്സിൻ്റെ വ്യൂവും നമുക്ക് ആസ്വദിക്കാം. അതിനൊപ്പം തന്നെ ഇതാ ഇവിടെ കണ്ടോ, മുകൾ ഭാഗത്തെല്ലാം തന്നെ നിറയെ റൂംസാണ് അവിടെ എല്ലാം. ഇതിന് പുറകിലാണ് ബാക്ക് വാട്ടേഴ്സിൻ്റെ വ്യൂ വരുന്നത്. നമുക്കൊരു ചാരി കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്, അവിടെ ചാരി കിടന്ന് സ്വസ്ഥമായിട്ടിരിക്കാം. പിന്നെ ഇതാ ഇവിടെ നല്ല പച്ചപ്പാണ് കേട്ടോ. ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു റിസോർട്ടിൻ്റെ ഫുൾ നല്ല കണ്ണിന് കുളിരേകുന്ന ഒരു പച്ചപ്പാണ്. ഒപ്പം നല്ല കാറ്റും രണ്ട് വശത്തുനിന്നും ബീച്ചിൻ്റെയും ബാക്ക് വാട്ടേഴ്സിൻ്റെയും ആ ഒരു തണുപ്പും എല്ലാം വരുന്ന ഒരു ഏരിയ ആണിത്. കുറേ സമയം നമുക്കിവിടെ വായിച്ചും ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത്. 1 ഡേ പോയിട്ടുണ്ടെങ്കിൽ മതിയാവില്ല, ശരിക്കും 1 ഡേ പോരാ. ഒരു 2 ഡേയ്സ് എങ്കിലും ഉണ്ടെങ്കിലാണ് ഈ റിസോർട്ടിൻ്റെ ആക്ടിവിറ്റീസും ഈ റിസോർട്ട് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സമയം കളയണ്ട. കാരണം ഇവിടെ ഇങ്ങനെ നമ്മൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ആക്ടിവിറ്റീസ് ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കതൊക്കെ കാണാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുൾ റിസോർട്ടിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. അതിനൊപ്പം തന്നെ ഇവിടെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ താമര ആമ്പലൊക്കെ കണ്ടോ, അത് ഒരു വലിയ ചെമ്പിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ റിസോർട്ടിനെ കുറിച്ചൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിലുണ്ട്. ആ ഫസ്റ്റ് പാർട്ട് കാണാൻ മറക്കണ്ട കേട്ടോ. ഇതിനകത്ത് കൂടുതലും ആക്ടിവിറ്റീസാണ് വരുന്നത്. പിന്നെ മമ്മിയുടെയും ചക്കരയും ചോക്കൂട്ടിനും ഒക്കെ കിടന്ന റൂം നോക്കുവാണെങ്കിൽ ഇതാണ് 304. ഈ റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ബീച്ച് വ്യൂ റൂമാണ് കേട്ടോ. അതിനൊപ്പം തന്നെ അതിന് തൊട്ടിപ്പുറത്താണ് സ്വിമ്മിംഗ് പൂളും ഉള്ളത്. അപ്പോൾ ഈ ഒരു റൂം എങ്ങനെയാണെന്ന് നോക്കാം. നല്ല റൂമാണ് ഇത് കേട്ടോ, ബീച്ച് വ്യൂ റൂമാണ്. അപ്പോൾ ഈ ജനാലകളൊക്കെ തുറന്ന് നമുക്ക് അതിൻ്റെ ബാൽക്കണിയിലേക്ക് കടന്നു കിട്ടണമെങ്കിൽ ബീച്ച് വ്യൂ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇതിൻ്റെ മുകൾ ഭാഗം എല്ലാം നല്ല തട്ടൊക്കെ ചെയ്തിരിക്കുന്ന ടൈപ്പാണ് കേട്ടോ. ബീച്ച് ഹെറിറ്റേജ് റൂം ആണെങ്കിലും ബീച്ച് വ്യൂ ആണെങ്കിലും ഇതുപോലെ തട്ടൊക്കെ ഇട്ട് മച്ചൊക്കെ ഇട്ടിട്ടുള്ള ടൈപ്പ്, അങ്ങനത്തെ ടൈപ്പിലാണ് റൂം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ലൈറ്റിങ്സും എല്ലാമായിട്ട് മനോഹരമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ് കേട്ടോ. ഇതും കബോർഡുകളുണ്ട്, TV ഉണ്ട്, അങ്ങനെ എല്ലാം തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നല്ല വലിയ കബോർഡുകളാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഡബിൾ റൂമായിട്ടും വേണമെങ്കിൽ ഇത് എടുക്കാൻ പറ്റുന്ന തൊട്ടപ്പുറത്ത് വേറെ റൂമുണ്ട്. അതിപ്പോൾ ലോക്ക്ഡാണ്. ഞങ്ങൾ ഈ ഒരു റൂം മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഫാമിലി മെമ്പേഴ്സുകളും ഗെറ്റ് ടുഗദറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ റൂമും എല്ലാം എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിനി ബീച്ച് വ്യൂ നോക്കാം അല്ലേ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബീച്ച് കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ നല്ല ആംബിയൻസ് ആണ് ഈ ഒരു റൂമിനും. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷൻ നോക്കാം. എനിക്ക് തോന്നുന്നു മമ്മി അവിടെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സ്വസ്ഥമായിട്ട് കുറേ സമയം ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ബാത്റൂം കാണിച്ചു തന്നില്ലേ, ഇതാണ് എൻ്റെ ഒരു ബാത്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് കേട്ടോ. വെൽ മെയിൻറ്റെയിൻഡ് ബാത്റൂമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബീച്ച് വ്യൂ ഒന്ന് നോക്കിയാലോ. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ തന്നെ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാമല്ലോ. ചായയൊക്കെ പിടിച്ച് മമ്മി സ്വസ്ഥമായിട്ട് ബീച്ച് വ്യൂവിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അങ്ങേയടുത്ത് കാണുന്നതാണ് കേട്ടോ ബീച്ച്.
കുഴുപ്പിള്ളി ബീച്ചാണ്. അതിൻ്റെ ആ ഒരു കാറ്റെല്ലാം നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ബീച്ച് കൂടിയാണല്ലോ കുഴുപ്പിള്ളി ബീച്ച്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു റോഡിന് ഇപ്പുറത്താണ് ഈ പറയുന്ന ഇന്ദ്രിയ സയൻസ്. നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതവിടെ കുറേ ആളുകളൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൂമിൻ്റെ തൊട്ട് സൈഡിലാണ് സ്വിമ്മിംഗ് പൂള് വരുന്നത്. രാവിലെ നല്ല ശാന്തമായിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിൽ കിടന്നിട്ട് രാത്രിയിലത്തെ എല്ലാ ലൈറ്റിങ്സും അതിൻ്റെ ആ ഒരു സെറ്റിങ്സ് എല്ലാം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണണേ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ്. ഇത് സെക്കൻഡ് എപ്പിസോഡാണ്. അപ്പോൾ ഇവിടെ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ്. ഇതാ കുറച്ച് കുട്ടീസുകൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടാനായിട്ട്. ഇനി ഒട്ടും വൈകിക്കേണ്ട, ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകാം. ബ്രേക്ക്ഫാസ്റ്റ് പൂരി, പുട്ട്, അതുപോലെ തന്നെ ദോശ വേണ്ടവർക്ക് ദോശയുണ്ട്, സാമ്പാർ, ചട്നി, കടലക്കറി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പൂരിക്ക് വേണ്ടിയിട്ട് പൂരി മസാല ഉണ്ടായിരുന്നു, അതുപോലെ ചട്നി, പിന്നെ ചായ്, കോഫി, പിന്നെ ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസ്, അതുപോലെ കട്ട് ഫ്രൂട്ട് വേണ്ടവർക്ക് കട്ട് ഫ്രൂട്ട്, ഇതെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ജ്യൂസ് നമുക്ക് വാട്ടർ മെലോൺ ജ്യൂസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ ഒരു ദോശ എടുത്തു, പിന്നെ ഒരു എഗ് ഓംലെറ്റും, പിന്നെ മമ്മിയും ചക്കരയും ഞാനും ഒക്കെ ഓരോ എഗ് ഓംലെറ്റും കൂടെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഓരോന്നെടുത്തു ടേസ്റ്റ് ചെയ്യാനായിട്ട്, എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. എന്തായാലും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ആക്ടിവിറ്റീസിലേക്കാണ്. ഇന്ദ്രിയ സയൻസിൻ്റെ തൊട്ടിപ്പുറത്ത്, ഒരു ഗേറ്റിനപ്പുറത്തെന്ന് പറയുന്ന പോലെ ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്കാണ്. ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും, അതായത് ഇവിടെ താമസിച്ചുകൊണ്ട് നമുക്ക് ഈ ഇന്ദ്രിയയിലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാം. അല്ലെങ്കിൽ പാക്കേജായിട്ട് നമുക്ക് വന്ന് ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൽ മാത്രം പങ്കെടുക്കാം. അങ്ങനെ നമുക്ക് പാക്കേജുകൾ ഇവർ സെറ്റ് ചെയ്ത് തരും. ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു കാണുന്നത് ഒരു ബോർഡ് റൂം പ്ലസ് നമുക്കൊരു ഹോള് പോലെയാണ്. ഇപ്പോൾ എന്തെങ്കിലും കല്യാണങ്ങളോ ഗെറ്റ് ടുഗദറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്ന നല്ലൊരു ഹോളാണ്. പിന്നെ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, എങ്ങോട്ട് പോകണം, എന്താണ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹട്ട് എന്ന് പറയുന്ന ഒരു റിഫ്രഷ് റൂമാണ്. നമുക്കിവിടെ അത്യാവശ്യം ഇപ്പോൾ പെപ്സി, കോള അങ്ങനത്തെ ഐറ്റംസുകൾ, പിന്നെ എന്തെങ്കിലും ലേസ്, അങ്ങനെ കുട്ടികൾക്കുള്ള സ്നാക്സ്, അങ്ങനത്തെ എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. ഇപ്പോൾ ആക്ടിവിറ്റീസ് മാത്രമായിട്ട് വരുന്നവർക്ക് ഇവിടെ നിന്ന് ബൈ ചെയ്തിട്ട് എല്ലാവർക്കും കൂടെ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും വരാം. ഒന്ന് താമസിച്ചിട്ട് ഇതിനകത്ത് വരാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് മാത്രമായിട്ട് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ആക്ടിവിറ്റീസിലെ സ്കൈ റോപ്പ് ആക്ടിവിറ്റീസ്, സ്കൈ സൈക്കിൾ, ബോട്ടിംഗ്, കയാക്കിംഗ്, കുട്ടവഞ്ചി എന്ന് വേണ്ട ഇവിടെ നിരവധി ആക്ടിവിറ്റീസാണ്. ഇതെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ദിവസം പോകുന്നത് അറിയില്ല കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ 10 വയസ്സിൽ അല്ലെങ്കിൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ നമ്മുടെ വലിയ വലിയ ആക്ടിവിറ്റീസിൽ കയറാൻ പറ്റില്ല. പക്ഷേ ചക്കരയ്ക്ക് വന്നിട്ട് ഇവിടെ ഇരിക്കേണ്ട വന്നിട്ടില്ല കേട്ടോ. അത്രയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. റോപ്പ് ക്ലൈമ്പിങ്, അതുപോലെ തന്നെ റോപ്പ് ബ്രിഡ്ജ്, സ്കൈ വോക്കിൻ്റെ തന്നെ ചെറിയത്, അതിൻ്റെ വലിയ ഒരെണ്ണമാണ് നമ്മൾ മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ പ്രത്യേകം പറയേണ്ടത്, എനിക്ക് ഈ ഊഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. മുള വെച്ച് ഉള്ള ഒരു വലിയ ഊഞ്ഞാലാണ് ഇത്. വലിയവർക്ക് ആടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഊഞ്ഞാലാട്ടം എത്ര പ്രായത്തിൽ നമ്മൾ മറക്കില്ലല്ലോ. അതുകൊണ്ടാണ് മമ്മി ആസ്വദിച്ചിരുന്ന് ഇവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. ഇവിടെ നമുക്ക് മീൻ പിടിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ഒന്ന് പിടിച്ചു നോക്കാം. മീൻ കിട്ടില്ല എന്ന് വിചാരിച്ചാൽ പക്ഷെ മീൻ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ചക്കരയൊക്കെ മീൻ പിടിച്ചിട്ട് ചക്കരയ്ക്ക് ഒരു 3-4 എണ്ണം കിട്ടി. ആദ്യം ഞങ്ങൾക്ക് അത്ര കിട്ടിയില്ല കേട്ടോ. ഇത് കുറച്ച് ഒരു തമിഴ് ഫാമിലിയൊക്കെയാണ് വന്നത്. അവരിങ്ങനെ പെട്ടെന്ന് മീൻ പിടിച്ചപ്പോഴാണ് ഞങ്ങളിത് എന്താണെന്ന് അറിയാനായിട്ട് ഞങ്ങളും നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് മീൻ, പിന്നെ ഞങ്ങൾക്ക് ഉത്സാഹം കേട്ടോ. ജോക്കുട്ടനും ചക്കരയും കൂടെ മത്സരിച്ചൊരു മീൻ പിടുത്തമായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഗുണമുണ്ട്, നമ്മൾ പിടിക്കുന്ന മീനുകൾ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു 4-5 മീനൊക്കെ പിടിച്ച് ഞങ്ങൾ അതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വല്ല മാങ്ങ വെച്ച് കറി വയ്ക്കണം എന്നൊക്കെയാണ് മമ്മി പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മീൻപിടുത്തമൊക്കെ മതിയാക്കിയിട്ട് നേരെ ആക്ടിവിറ്റീസിലേക്ക് പോയാലോ. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ റോപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. സേഫ്റ്റി ടൂൾസ് എല്ലാം എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്
തലയിൽ നെറ്റ് ക്യാപ്പ്, അതിനുശേഷം ഹെൽമെറ്റ്, പിന്നെ നമ്മുടെ കയ്യിൽ നമുക്ക് ഒരു കയ്യുറ പോലെ, അതായത് ഈ സിപ്പ് ലൈനിൽ തൂങ്ങിക്കിടക്കുമ്പോൾ കയ്യിൽ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ, പിന്നെ ബെൽറ്റ്, അങ്ങനെ എല്ലാം അണിയിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ മുകളിലേക്ക് കയറ്റി വിടുകയുള്ളൂ. മുകളിൽ ഏകദേശം ഒരു 3 നില മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ട് വേണം സിപ്പ് ലൈനിൽ കയറാനായിട്ട്. അപ്പോൾ ആ 3 നിലയൊക്കെ കയറാൻ പറ്റുന്നവർ, അതായത് സ്റ്റെപ്പ് കയറി 3 നിലയുടെ മുകളിലെത്തി അവിടെ നിന്നാണ് സിപ്പ് ലൈൻ, സൈക്ലിംഗ് അങ്ങനെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സിപ്പ് ലൈനിൽ ആണ് ആദ്യം നമ്മൾ പോകുന്നത് കേട്ടോ. സിപ്പ് ലൈൻ 2 ആദ്യം അങ്ങോട്ട് പോകുന്നു, അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു, അതിനുശേഷം സ്കൈ സൈക്കിൾ, അങ്ങനെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്, സ്കൈ വാക്ക് നടത്താം, റെയിൻ ഷവർ അത് താഴെയുണ്ട്, അതുപോലെ തന്നെ സ്കൈ സൈക്കിൾ ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്. അങ്ങനെ ആക്ടിവിറ്റീസിൻ്റെ ഏരിയ ആണ് ഇതാ ഈ കാണുന്ന മൊത്തം. ഈ മുകളിൽ നിൽക്കുമ്പോഴാണ് എത്ര രസമെന്ന് പറയുമോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൈകുന്നേരമൊക്കെ അടിപൊളിയാണ്. ഉച്ചയ്ക്ക് നമുക്ക് ആ ഒരു ചൂട് അറിയില്ല, കാരണം എപ്പോഴും ഒരു കാറ്റുള്ളത് കൊണ്ട് ചൂടറിയില്ല. അപ്പോൾ ഈ പോകുന്നത് സിപ്പ് ലൈനാണ് കേട്ടോ. ബാക്ക് വാട്ടേഴ്സിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സിപ്പ് ലൈനിൽ പോകുമ്പോൾ എന്ത് രസമാണെന്ന് അറിയോ. ആ ഏരിയ മൊത്തം ഇങ്ങനെ കണ്ട് ഒരു പേടിയും തോന്നിയില്ല എന്നുള്ളതാണ് കേട്ടോ. സിപ്പ് ലൈനിൽ കയറാനായിട്ട് നല്ല രസമായിരുന്നു. ആ ഏരിയ കാണാനാണ് ഏറ്റവും ഭംഗി. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സേഫ്റ്റി ടൂൾസ് എല്ലാം ഉണ്ട്. നമുക്ക് സിപ്പ് ലൈനിൽ അടിപൊളിയായിട്ട് പോകാം. അപ്പോൾ 2 സിപ്പ് ലൈൻ കഴിഞ്ഞ് അതിന് ശേഷമാണ് ദ സ്കൈ സൈക്കിൾ. അതും രസമാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ തന്നെ സേഫ്റ്റി ടൂൾസ് എല്ലാം ഉണ്ട്. പതിയെ ഇങ്ങനെ ചവിട്ടി ആസ്വദിച്ച് നമുക്കങ്ങ് പോയാൽ മതി. ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക്, അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക്, അങ്ങനെ 2 പ്രാവശ്യം നമുക്ക് സ്കൈ സൈക്കിളും ചെയ്യാം. അതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ഈ സ്കൈ വോക്ക്, അത് ചിലർക്ക് അത്ര പറ്റില്ല, പേടിയാവുമായിരിക്കും. അങ്ങനെയുള്ളവർ കയറണ്ട. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എന്താ ജോക്കുട്ടൻ നല്ല രസമായിട്ട് സ്കൈ വോക്ക് ചെയ്യുന്നുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെയും നമുക്ക് ഈ പറഞ്ഞ പോലെ സേഫ്റ്റി ടൂൾസ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്കൈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരുന്നുണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇതിൻ്റെ താഴെ വരുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടോ. അതും രസമാണ്. ഇങ്ങനെ ചിലർക്ക് പേടി വരും ഗ്ലാസ്സിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട്. പക്ഷേ എനിക്കൊരു പേടിയും തോന്നിയില്ല കേട്ടോ. നല്ല രസമായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കാനായിട്ട്. ആ ഏരിയയൊക്കെ കണ്ട്, ആ മനോഹരമായിട്ടുള്ള ആ ഒരു ഏരിയയൊക്കെ ഇങ്ങനെ കണ്ട് നടന്നു കഴിഞ്ഞാൽ ഗ്ലാസ്സിലൂടെയാണ് നടക്കുന്നതെന്ന് പോലും നമുക്ക് തോന്നില്ല. പിന്നെ ഹാങ്ങിങ് ബ്രിഡ്ജ് വരുന്നുണ്ട്. അത് ഇങ്ങനെ പതിയെ ആടിക്കൊണ്ടിരിക്കും ആ ഒരു ബ്രിഡ്ജ്. അതും നമുക്കങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല രസമാണ് ആ ഒരു ഏരിയ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റീസിൽ എല്ലാത്തിലും കയറണം. ഇഷ്ടമുള്ളവർ, ഒത്തിരി പേടിയുള്ളവർ കയറണ്ട, പക്ഷെ പേടിക്കാനൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത്രയും മുകളിലാവുമ്പോൾ ചിലർക്കൊക്കെ ഒരു പേടി ഉണ്ടാവും. പക്ഷേ സേഫ്റ്റി ടൂൾസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും സ്കൈ സൈക്കിളിലും സ്കൈ വോക്കും അതുപോലെ തന്നെ സിപ്പ് ലൈനും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ നമുക്ക് താഴെയാണ്, അവിടെ കയറാം. അതുപോലെ തന്നെ ഹാങ്ങിങ് ബ്രിഡ്ജ്, ഇതെല്ലാം രസമാണ്. ഇത്രയും ഡിസ്റ്റൻസ് പോരെ? കുറച്ചുകൂടെ ഈ ഏരിയയും നല്ല പ്രത്യേകതയാണ് കേട്ടോ. കാരണം ബാക്ക് വാട്ടേഴ്സും അതുപോലെ തന്നെ നമുക്ക് കടലിൻ്റെ വ്യൂവും എല്ലാം കൂടെ ഒത്തുചേർന്നിട്ടുള്ളൊരു പ്ലേസ്. നമുക്കിതെല്ലാം ആസ്വദിച്ച് അതിലിങ്ങനെ സൈക്ലിംഗ് ചവിട്ടാനായിട്ട് നല്ല രസമാണ്. ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം രസമാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ടൂർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ ഇതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനൊക്കെ അടിപൊളിയാണ് ഈ ഒരു റിസോർട്ട് കേട്ടോ. ഇപ്പം ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പൂൾ ഏരിയയിൽ പാർട്ടി, അതുപോലെ തന്നെ വെഡ്ഡിങ്, അങ്ങനത്തെ എല്ലാം നടത്താനായിട്ട് ഇവിടെ ഏരിയ ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ഏക്കർ കണക്കിന് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനൊക്കെ പറ്റിയ ഒരു സെൻറ്ററാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ആലോചനയിൽ വരികയാണെങ്കിൽ വേഗം ഓർത്തോളൂ നമ്മുടെ ഇന്ദ്രിയ സാൻസ്. ജോക്കുട്ടിന് എന്ത് എളുപ്പത്തിന് അതാ നടന്നു വരുന്നതെന്ന് നോക്കിയേ. അതിൽ എനിക്കൊരു അല്പം പേടി തോന്നിയിട്ട് ഇതിൽ നടന്നു വരാൻ. സൂപ്പർ. ഇനി കയറണോ? ഇനി വേണോ? ഏതാ ഏറ്റവും ഇഷ്ടമായ? സിപ്പ് ലൈനാ? സിപ്പ് ലൈൻ നല്ല രസമല്ലേ? 10 വയസ്സിന് താഴെയുള്ളവർക്ക് ഈ സിപ്പ് ലൈൻ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ചക്കരക്കുട്ടിക്ക് ഒരു അതിനകത്തെല്ലാം കയറണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ഒരു മിനിയേച്ചർ രൂപം തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. അതായത് അപ്പുറത്തെ സൈഡ് ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് മുതിർന്നവർക്കാണെങ്കിൽ, ഇപ്പുറത്തെ സൈഡിൽ കിഡ്സിന് വേണ്ടിയിട്ട് നല്ലൊരു ഏരിയ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ കയറുന്ന ആ വലിയ ആക്ടിവിറ്റീസിൻ്റെ എല്ലാം ഒരു മിനിയേച്ചർ തന്നെയാണ് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ സ്കൂട്ടർ, സൈക്കിൾ ഇതെല്ലാം ഇവിടെ ഉണ്ട്. അതെല്ലാം അവർക്ക് ഉപയോഗിക്കാം. പിന്നെ പാർക്കും ഉണ്ട്.
കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാർക്കുണ്ട്. അപ്പോൾ ചക്കര അവിടെ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ സിപ്പ് ലൈനിലും ഇതിനകത്തെല്ലാം കയറുമ്പോൾ ചക്കരയുടെ ഫേവറേറ്റ് ആണ് പാർക്ക്. അതുകൊണ്ട് പാർക്കിൽ തന്നെയായിരുന്നു പാർക്ക്. പിന്നെ അതുപോലെ റോക്ക് ക്ലൈംബിങ്ങിൻ്റെ ഒരു മിനിയേച്ചർ, അങ്ങനെ കുറേ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് പ്ലസ് പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് കുൽപ്പള്ളി ബീച്ച്. അവിടെ നിന്ന് നല്ല കാറ്റൊക്കെ ഇടയ്ക്ക് വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമാണ് ഈ ഒരു ഏരിയയിൽ നിൽക്കാനായിട്ട്. കുട്ടികൾക്കൊന്നും ഒട്ടും ബോറടിക്കില്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്ക്. അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പല ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. നമ്മൾ മടിക്കാതെ അതിനകത്തെല്ലാം കയറണം, എന്നാലാണ് അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ആ ഒരു ത്രില്ല് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ത്രില്ല്. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും എല്ലാം കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ഒരു ദിവസമെങ്കിലും വരണം കേട്ടോ ഈ ഒരു റിസോർട്ടിൽ. യെസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇവിടെ ഇന്ദ്രിയ സാൻസിലായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ഔട്ടിങ്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം പോയത് അറിഞ്ഞില്ല കേട്ടോ. അഡ്വഞ്ചർ ആക്ടിവിറ്റീസും എല്ലാമായിട്ട് സൂപ്പർ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായോ? അടിപൊളി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ളതുണ്ട്. അത് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ഉണ്ട്. അപ്പൊ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഈ വെക്കേഷനും അടുത്ത വെക്കേഷനും ഏത് വെക്കേഷൻ ആണെങ്കിലും മറക്കണ്ട കേട്ടോ ഇങ്ങനെ ഒരു പ്ലേസ് നമ്മുടെ എറണാകുളത്ത് കുഴുപ്പള്ളി ബീച്ചിന് തൊട്ടടുത്തുള്ള ഇന്ദ്രിയ സാൻസ് ആൻഡ് ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്ക്. സോ ഇനി നമുക്ക് ഇതുപോലുള്ള അടിപൊളി വീഡിയോസിലൂടെ കാണാം. അപ്പൊ ഈ ഒരു സ്ഥലം ഒട്ടും മറക്കണ്ട. ഫാമിലിക്കും കുട്ടികൾക്കും അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ പ്ലേസ്. അപ്പൊ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഈ ഇന്ദ്രിയ റിസോർട്ടിൽ ഇന്ദ്രിയ സാൻസിൽ താമസിച്ചിട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ഇറ്റ്സ് മീ ജുവൽ ബേബി സൈനിങ് ഓഫ്. ബൈ.